കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനുള്ള വലിയ വാഞ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഹൃദയത്തിൽ പകരുന്ന കാലഘട്ടമാണല്ലോ, സമയമാണല്ലോ. ഈ വചനവും വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, സമാധാനമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന, കർത്താവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 73 സങ്കീർത്തനം 24 വാക്യം: നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തന ഭാഗം. ഇന്ന് ദൈവത്തിൻ്റെ ദൂത് ഇതാ: സ്തംഭിച്ച് നിൽക്കുന്ന തലത്തിൽ നിന്ന് ദൈവം നടത്താൻ പോവാ. ഇന്ന് ജീവിതത്തിൽ നിന്നുപോയി എൻ്റെ യാത്ര. അങ്ങനെ അപ്രകാരം കാഴ്ചപ്പാടോടെ അതിദുഃഖത്തോടെ ആയിരിക്കുന്ന ദൈവത്തിനോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇതാ: ആ തലത്തിൽ നിന്ന് ദൈവം നടത്താൻ പോകുന്നു. ഇന്ന് കഷ്ടതയുടെ വലിയ ആഴമേറിയ തലങ്ങളിൽ കൂടെ ജീവിതം കഴിക്കുന്ന ദൈവത്തിൻ്റെ വൈതിലെ വലിയ പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ അടുത്ത ചുവടുവെപ്പ് എങ്ങനെയെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സമയത്തിലും സാഹചര്യത്തിലും നിൽക്കുന്ന ദൈവത്തിനോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് ഇതാ: ദൈവം നടത്താൻ പോവാ, ദൈവം നടത്താൻ പോവാ. ആഴമായി പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് പറയുന്നു, ദൈവം നടത്താൻ പോവാ. ആ വിശ്വാസത്തിൻ്റെ തലവൊന്ന് തുറക്കപ്പെടട്ടെ. ഹൃദയ കവാടം തുറന്ന് വചനത്തിൻ്റെ ദൂത് ഇന്ന് പരിശുദ്ധാത്മ പകരുക. ദൈവം നടത്താൻ പോവാ. എൻ്റെ കർത്താവ് എന്നെ നടത്താൻ പോവാ. ഈ കാലഘട്ടം വരെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? മാനുഷികമായി ഞാൻ ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം പരാജയത്തിലേക്ക് പോയി, അതെല്ലാം തകർച്ചയിലേക്ക് പോയി. അവിടെയൊന്നും വിജയം കാണാൻ എനിക്ക് സാധിച്ചില്ല. അപ്രകാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതിലെ ദൈവം നടത്തിയ ആ വഴി, അവിടെ ഒരു പരാജയവും വെളിപ്പെട്ട് വരത്തില്ല. ദൈവം നടത്തിയ പാതി വഴി നിന്നു പോകത്തില്ല. ദൈവം നടത്തിയ ജീവിതത്തിൽ സ്തംഭനാവസ്ഥ വെളിപ്പെട്ട് വരത്തില്ല. ദൈവം നടത്തിയ ജീവിതം മടുത്തു പോകത്തില്ല. ദൈവം നടത്തിയ എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുവാൻ ദൈവം അവസരം ഒരുക്കത്തില്ല. ദൈവം നടത്തിയ അത് മഹത്വത്തിലേക്കായിരിക്കും. ദൈവം നടത്തിയ അത് ജയഘോഷം അനുഭവിക്കുന്ന തലങ്ങളിലേക്കായിരിക്കും. ദൈവം നടത്തിയ അത് നന്മകളിലേക്കായിരിക്കും. ഇന്ന് ദൂത് അതിശക്തമായി ആഴമായി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുക്കട്ടെ. ചിലരുടെ കരത്തെ ദൈവം തൊടുന്നുണ്ട്, ചിലരുടെ വലങ്കരത്തെ ദൈവം പിടിക്കുന്നുണ്ട്. കാരണം മുമ്പോട്ട് നടത്താൻ പോവാ. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു. അങ്ങനെ നിരാശയോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ തീർന്നിട്ടില്ല, അസ്തമിച്ചിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ആ അനുഭവങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് ഇന്ന് സ്വർഗം കരം പിടിക്കുക. മുമ്പോട്ട് നടത്തുന്ന, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളിലേക്ക് കാൽച്ചുവടുകൾ മാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബത്തെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. കാൽച്ചുവടുകളെ ദൈവം മാറ്റിവെപ്പിക്കാൻ പോവുക. ഇന്നായിരിക്കുന്ന തലത്തിൽ നിന്ന് അടുത്ത ചുവടുവെപ്പ് കർത്താവിനാൽ നടക്കും. ദൈവ പ്ലാനിൽ നടക്കും, ദൈവ പദ്ധതിയിൽ നടക്കും, ദൈവ ഇഷ്ടത്തിൽ നടക്കും, ദൈവത്തിൻ്റെ ശക്തിയാൽ നടക്കും. അപ്രകാരമുള്ള ദൈവപ്രവൃത്തി ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവ് നടത്താൻ പോവാ. അങ്ങനെ തന്നെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നടത്താൻ
നടത്താൻ പോവാ. തലമുറ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു. ഭയം വേണ്ട, ലെവലേശം ഭാരപ്പെടണ്ട. ദൈവം നടത്തും, കർത്താവ് നടത്തും. യോസഫിൻ്റെ കൂടെ പിതാവില്ല, സഹോദരങ്ങളില്ല, ചാർച്ചക്കാരില്ല, പക്ഷെ ദൈവം യോസഫിനെ നടത്തി. ദാവീദിനും ഇപ്രകാരം അനുഭവം. സഹോദരങ്ങൾ കൂടെയില്ല, പിതാവ് കൂടെയില്ല, എന്ന ദൈവം നടത്തി. ദൈവത്തിൻ്റെ വൈതിലെ വചനത്തിൽ ഭക്തന്മാരെ, എത്രയോ വ്യക്തി ജീവിതങ്ങളെ ആരും കൂടെയില്ലാത്തപ്പോഴും ദൈവം അവരെ നടത്തി. അത് വിജയത്തിലായി തീർന്നില്ലേ? സന്തോഷത്തിലായി തീർന്നില്ലേ? അനുഗ്രഹത്തിന് കാരണമായി തീർന്നില്ലേ? ദൈവം നടത്തിയ നിരാശപ്പെടേണ്ട കാര്യം വരത്തില്ല. സന്തോഷിക്കാൻ വക ദൈവം തുറന്നു തരും. ആ നിലവാരത്തിൽ കർത്താവ് സഹായിക്കാൻ പോവാ. ദൈവം എന്നെ നടത്തും, ദൈവം എൻ്റെ തലമുറയെ നടത്തും, ദൈവം എൻ്റെ കുടുംബത്തെ നടത്തും. ഇന്ന് നിന്നു പോയിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് അസ്തമിച്ചു, സ്തംഭിച്ചു എന്ന് പറയുന്നിടത്തുനിന്ന് ദൈവത്തിന് നടത്തുവാൻ കഴിയും, കർത്താവിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിശ്വസിക്കട്ടെ, ദൂതേറ്റെടുക്കട്ടെ. അതുപോലെ ദൈവം ചെയ്യാൻ പോവാ. കർത്താവ് സഹായിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അവിടെ ശബ്ദത്തിനായി സ്തോത്രം. പലരും നിന്നു നിൽക്കുന്നു. അപ്പോൾ ആ ചലനം പോലുമില്ല, സ്തംഭിച്ചു. ഇനി ഒന്നും അറിയത്തില്ല, മുമ്പോട്ടൊന്നും അറിയില്ല. കർത്താവേ, അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് അടുത്ത ചുവടുവെപ്പ് ദൈവത്താ സംഭവിക്കുക. കർത്താവിനെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവർക്ക് വിടുതലായി അനുഗ്രഹമായി തീരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും പരിശുദ്ധാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.